രണ്ടാമത്തത് അംഗീകാരമാണ്. അംഗീകാരം എന്ന് പറഞ്ഞാൽ ഒരു വിഷയം ഒരാൾ ചെയ്താൽ അതിന് രണ്ട് നേട്ടമാണ് കിട്ടാനുള്ളത് എന്നാണ്. ഒന്ന് റെമ്യൂണറേഷൻ, മറ്റൊന്ന് റെക്കഗ്നേഷൻ. രണ്ട് കാര്യമാണ് ഒരു വിഷയത്തിന് കിട്ടാനുള്ളത്. ഇപ്പം നമ്മൾ ജോലി ചെയ്യാണ്, ഒരു മഹല്ലിൽ ജോലി ചെയ്യാണ്, മുദരിസായിട്ട് ജോലി ചെയ്യുന്നു, ഖത്തീബായിട്ട് ജോലി ചെയ്യുന്നു. കമ്മിറ്റിക്കാർ നമ്മളെ ജീവിക്കാൻ ആവശ്യമായ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു സംഖ്യ ഓലിങ്ങനെ തരും. അതാണ് റെമ്യൂണറേഷൻ. ശമ്പളം അല്ലെങ്കിൽ ഹദിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടും. ഇതാണ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തൊന്നുണ്ട് റെക്കഗ്നേഷൻ. റെമ്യൂണറേഷൻ കുറഞ്ഞാലും റെക്കഗ്നേഷൻ വളരെ പ്രധാനമാണ്. ഖത്തീബ് തരക്കടില്ല എന്ന് രണ്ടാൾ പറഞ്ഞില്ലെങ്കിൽ ശമ്പളം എത്ര കിട്ടിയിട്ടും കാര്യമില്ല, അവിടെ നിൽക്കാൻ തോന്നൂല. ചെയ്യണ ഒരു കാര്യത്തിന് അംഗീകാരം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം ഞാൻ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞേക്കിന് ആരോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്ത് വർത്താനം മനുഷ്യങ്ങൾ പറഞ്ഞത് ഈ ആൾക്കാരെ മുമ്പിൽ എന്ന് പറഞ്ഞ. അതിന് പകരം ഒരാൾ വന്നിട്ട് നന്നായിട്ടോ സംഗതി എന്തായാലും നിങ്ങൾ ഉഷാറായിട്ട് പറഞ്ഞു എന്നാണ്. അതാണ് അംഗീകാരം. അംഗീകാരം എല്ലാവരും ഇഷ്ടപ്പെടും. ഒരു കുട്ടി ഒരു കാര്യം ചെയ്താൽ അതിനൊരു അംഗീകാരം കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. റെക്കഗ്നേഷനാണ് പ്രധാനം. റെമ്യൂണറേഷൻ ഇല്ലെങ്കിൽ പോലും റെക്കഗ്നേഷൻ ഉണ്ടെങ്കിൽ അംഗീകരിക്കാൻ പറ്റും. ശമ്പളം ലേശം കുറഞ്ഞാലും അംഗീകാരം വളരെ പ്രധാനമാണ്. രണ്ടാമത്തെ തന്നെയാണ് റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ ഒരു സാമ്പത്തികമായ നേട്ടം ഉണ്ടാവുക എന്നത്. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഒരാളോട് ചോദിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരുമാനം എന്തായിരുന്നു എന്ന് ചോദിച്ചു. നബി തങ്ങളിപ്പോൾ എന്ത് ജോലിക്കാണ് പോയിരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് ആദ്യകാലത്തൊക്കെ കച്ചവടത്തിനൊക്കെ പോയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാനം ഹദിയയായിരുന്നു എന്ന് പറഞ്ഞു. ഹദിയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സംഗതി എന്താ വെച്ചാൽ ഹദിയ ഒരു നല്ല വരുമാനമാണ് എന്നാ. ഹദിയ ഒരു നല്ല വരുമാന മാർഗ്ഗമാണ്. ഇതിനെയാണ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്താൽ അതിനൊരു ഹദിയ എന്നത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. രണ്ടാമത്തതല്ല, ഒന്നാമത്തത് റെക്കഗ്നേഷൻ, ചെയ്തതിന് അംഗീകാരം ഉണ്ടായിരിക്കുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ മുതഅല്ലിമീങ്ങൾ, നമ്മുടെ ശിഷ്യന്മാർ, അവർ എന്തെങ്കിലും ചെയ്തു നമുക്കൊരു സംതൃപ്തി ഉണ്ടാവണമെങ്കിൽ, അവർ നമ്മളെ പിൻപറ്റുന്നു എന്ന് തോന്നണമെങ്കിൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ അതിന് ശക്തമായി ആഗ്രഹിക്കണം. എൻ്റെ ശിഷ്യന്മാർ, എൻ്റെ മുതഅല്ലിമീങ്ങൾ ഓലെ എവിടെയെങ്കിലും ഒന്ന് എത്തും എന്നെനിക്ക് മനസ്സുകൊണ്ട് തോന്നണം ആദ്യം, എന്നാലേ എത്തുള്ളൂ. ആ തോന്നലിൽ നിന്ന് ഞാൻ അവർക്ക് നൽകുന്ന പിന്തുണ, അവർക്ക് വേണ്ടി ചെയ്യുന്ന സ്വകാര്യതയുള്ള ദുആ, ആ ദുആ അവരെ എവിടെയെങ്കിലും ഒന്ന് എത്തിക്കുകയും ചെയ്യും. അത് പ്രധാനപ്പെട്ട വിഷയമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയുള്ള നല്ല മുതഅല്ലിമീങ്ങളെ നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ.